ഹലോ ഗായ്സ്, അപ്പം ഇന്ന് കല്ലുമ്മക്കായ് കുറേ കിട്ടിയിട്ടുണ്ടായിന്. അതിൻ്റെ അകത്തുനിന്ന് വലുത് വലുത് മാത്രം ഞാൻ നോക്കി കുറച്ച് മാറ്റി വെച്ചു. ബാക്കി എല്ലായിടത്തും പുഴുങ്ങി അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് മാറ്റി. ഈ ഇറച്ചി എനിക്ക് വേണം. ഇന്ന് ഞാൻ കല്ലുമ്മക്കായ് നിറച്ച് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാട്ടാ. അപ്പം എൻ്റെ മോളെല്ലാം കൂടിയിട്ടുണ്ടായിന്. സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ കുഞ്ഞിക്കൈകളെല്ലാം വന്നിട്ടുണ്ടായിന്. ഞാനും എൻ്റെ ഏച്ചിയും കൂടിയാണ് ഉണ്ടാക്കി. ഏച്ചി എനിക്കിതിങ്ങനെ പച്ചയോടെ തന്നെ നടുക്ക് ഒരു കീറൊക്കെ ഇട്ട് സെറ്റാക്കി തന്ന് അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയും ചോറും എടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കാണ്ട് കുറച്ച് കട്ടിയോടെ തന്നെ അരച്ചെടുക്കണം. അത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഈ കുറച്ച് കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്, അതിന് പുഴുങ്ങിയെടുത്ത് അതും വലിയ ജീരകവും ഇട്ട് കുറച്ച് ചെറിയുള്ളി ഇടേണ്ട. എൻ്റെ അടുത്ത് 2 ചെറിയുള്ളി ഉണ്ടായിട്ടുള്ളൂ. അതും കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുത്ത് കുറച്ചുകൂടി മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് നല്ല സെറ്റാക്കി കുറച്ച് നേരം മാറ്റി വെച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ച കല്ലുമ്മക്കായില്ലേ അതിൻ്റെ അകത്ത് ഇതൊക്കെ നിറച്ച് വെക്കണം. ഞാൻ ചേച്ചിയും കൂടെ കുറേ എണ്ണം ഉണ്ടായിന്. അതെല്ലാം കൂടെ നിറച്ച് വെച്ച് അത് എല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ പുഴുങ്ങാൻ വെച്ച്. ഇത് ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കല്ലുമ്മക്കായ അതിൻ്റെ അകത്ത് നിന്ന് വിട്ടു പോവാതെ എടുത്ത് മാറ്റി വെച്ച് നമ്മൾ സാധാ മസാല കേട്ടോ. അതാ ഞാൻ മസാലേൻ്റെ കൂട്ട് കാണിക്കാൻ. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഇത് അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പാനിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. കല്ലുമ്മക്കായ പൊരിച്ച് തിന്നുന്നാണെങ്കിൽ നല്ലോണം മുരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതേപോലെ ചെയ്യുന്നതാണെങ്കിൽ അധികം കരിയാത്തതാണ് നല്ലത് അല്ലേ? അതെ. അപ്പം നമുക്കിതേപോലെ ശാലോ ഫ്രൈ ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് തിന്നാലുണ്ടല്ലോ, അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലെല്ലാം കല്ലുമ്മക്കായ അതിൻ്റെ ഒരു ചൊയാണ്. അരച്ച് ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ചൊയ വരുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരാൾക്ക് ഒരു 6 വീതമൊക്കെ തിന്നാനുണ്ടായിന്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായി, വേറെ നല്ല ഫില്ലും ആയിപ്പോയിന്. അപ്പോൾ രാത്രി വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എൻ്റെ മോൾ തന്നെ ഒരു 3 എണ്ണമൊക്കെ അകത്താക്കിയിട്ടുണ്ടായിന്. അവൾക്ക് എരിവുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീട്ടിലൊക്കെ ഉണ്ടാവും ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൊള്ളാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചുറ്റിയിരുന്നിട്ട് ഇതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.